അല്ലെങ്കിൽ ഖുർആൻ നബി സദാശ പഠിപ്പിച്ച പിന്നെ പ്രാർത്ഥനകൾ, പതുക്കെ പറയുന്ന പ്രാർത്ഥനകൾ, അതാണ് മന്ത്രം അല്ലെങ്കിൽ ദിക്റുകൾ. അതെങ്ങനെയാണ് ഫലം ഉണ്ടാക്കുക? മന്ത്രിച്ചാൽ അത് പ്രാർത്ഥനയാണല്ലോ, അള്ളാഹു സ്വീകരിക്കാം, അപ്പം ഫലം ഉണ്ടാവും. അല്ലെങ്കിൽ ഭൗതികമായി ഇതൊരു വലിയ മനസ്സിന് ആശ്വാസം നൽകുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സ പറയുന്നിടത്ത് മന്ത്രം പറയുന്ന മിക്കതും ഈ വിഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിഷം തീണ്ടിയ ഒരാൾക്ക് വിഷം പരക്കാനുള്ള വലിയ കാരണം എന്താ? അയാളുടെ മാനസിക പിരിമുറുക്കും ബേജാറുമാണ്. അയാൾക്ക് വിശ്വാസം തോന്നുന്ന ഒരാൾ, അങ്ങനെ പറയട്ടെ ഞാൻ, അയാൾക്ക് മന്ത്രിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം വരിക. അയാൾക്ക് ലഭിക്കുന്ന ഈ ആശ്വാസം അയാളെ രോഗം പടരാതിരിക്കാൻ കാരണമാവുന്നു. ഇതാ സംഭവിക്കുന്നത്. ഇന്ന് ലോകത്ത് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, മനുഷ്യന്റെ നമ്മളിലൊക്കെ കാണപ്പെടുന്ന പല അസുഖത്തിൻ്റെയും അടയാളങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. അത് ഏറ്റവും അധികം ബോധ്യപ്പെടും നമ്മുടെ പ്രായമുള്ള ആൾക്കാരിൽ. നമ്മളോട് എത്തും. അതുകൊണ്ട് വല്യമാനെ പറ്റി മോശം വിചാരിക്കണ്ട, ആ പ്രായമാണ്. ലോകത്തെ എന്ത് അസുഖം പറഞ്ഞാലും വല്യമ്മ പറയും എനിക്കുണ്ടത്. ആ വീട്ടിൽ ആരെങ്കിലും വന്നൊരു അസുഖത്തെ പറ്റി പറഞ്ഞാൽ ഓലണ്ട് പോയാൽ അപ്പം തുടങ്ങും വല്യപ്പ എനിക്കുണ്ടത്, എനിക്ക് ആശുപത്രിയിൽ പോകണം എന്ന്. അതങ്ങനത്തെ ഒരു തോന്നൽ. സത്യത്തിൽ ഇവർക്ക് യഥാർത്ഥത്തിൽ രോഗമില്ല, ഇവരുടെ മാനസികമായ കുറെ അവസ്ഥകൾ മാത്രമാണത്. പലതും അതാണ്. അതുകൊണ്ട് യഥാർത്ഥ രോഗിയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന മാനസികമായ ആശ്വാസം അങ്ങനെയാണല്ലോ. നമുക്കൊക്കെ അറിയാം. അത് വളരെ ഭയാനകമായ രോഗങ്ങൾ വരെ നല്ല ആളുകളുടെ പരിചരണം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരു നല്ല ഡോക്ടറുടെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടോ പാതി ഭേദമാവാറുണ്ട്, വളരെ ഭേദമാവാറുണ്ട്. നമ്മുടെ ഉമ്മയുടെ ഒരു തലോടൽ അസുഖങ്ങളിൽ നമുക്ക് വലിയ ആശ്വാസം നൽകിയാണ്. ഇത് അനുഭവിക്കാത്ത ആരാ ഈ ക്ലാസ്സിലുള്ളത്? ഉമ്മ ഇല്ലാത്തവരെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അതെന്ത് ചെന്ന് പറഞ്ഞാലും തലയിൽ വിരലോടിച്ച് മേലും മുഖത്തൊക്കെ ഒന്നൊരു തടവി ഒരു ഉമ്മയും തന്ന് വേണമെങ്കിൽ അല്പനേരം നിന്നാൽ, അല്ലെങ്കിൽ ഉപ്പയുടെ ആ സാന്നിധ്യം വളരെ വലിയൊരു ആശ്വാസ. ആ വിധത്തിൽ മന്ത്രങ്ങൾ നൽകുന്നത് മാനസികമായ ഒരു ചികിത്സയാണത്. അങ്ങനെ കണക്കാക്കാം. ഇന്നിപ്പോഴീ കാലത്തൊക്കെ ഇതിന് വലിയ പ്രചാരം ലോകത്ത് മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലല്ല, എല്ലാത്തിടത്തും കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ വിധത്തിൽ പ്രാർത്ഥനയുടെയും രീതിയിലും അള്ളാഹു സ്വീകരിച്ചിട്ടുമാവുന്ന. ഇത് പറയാനുള്ള തെളിവെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ബേജാറ് ഒഴിവാവും. എന്താ നബി ചെയ്തത് എന്ന് മനസ്സിലാവുമ്പോൾ. രോഗികളെ കാണാൻ ചെല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മന്ത്രിക്കുന്ന ഒരു രംഗം ഈ പറഞ്ഞേ, നബി മന്ത്രിച്ച ഒരു രംഗം. എന്താ ചെയ്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അല്ലാഹുമ്മ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉ ഷിഫാ ലാ യുഗാദിറു സഖമ. ഇത് നിങ്ങൾ കേട്ട് കാണും. ഷൂ എന്ന് പറയുന്ന നാട്ടിൽ ഇഷ്ടം പോലെ ഈ ഷൂ ആണ്, ഇത് ഈ ഷാന്റെ ഷൂ ആണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ നാഥനായ റബ്ബേ, അദ്ഹിബിൽ ബാസ്, ഈ ദുരിതങ്ങൾ ഈ പ്രയാസം ഇല്ലാണ്ടാക്കി. വേറെ ചില റിവായത്തുകൾ മുദ്ഹിബൽ ബാസ് എന്നുണ്ട്, വിഷമങ്ങൾ തീർക്കുന്ന നാഥ. ഇശ്ഫിഹി, നീ ഇയാൾക്ക് നീ ശമനം നൽകി. അൻത ഷാഫി, ശരിക്കും ശമനം നീയല്ലേ നൽകുന്നത്. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉ, നിനക്കല്ലാതെ മറ്റാർക്കും രോഗം ശമിപ്പിക്കാൻ കഴിയില്ല. ഷിഫാ ലാ യുഗാദിറു സഖമ, എങ്ങനെ ഇനി ഒരിക്കലും ഇല്ലാത്ത വിധം രോഗം തീർത്തും സുഖമാവുന്ന വിധത്തിൽ നീ സുഖം നൽകി എന്ന് പറയും. ഇതാണ് പ്രവാചകന്റെ മന്ത്രം. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നമ്മൾ 2-3 ആൾക്കാർ കൂടിയിട്ട് അഹമ്മദ് ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ പോയി എന്ന് വിചാരിക്കുക. ഞാൻ മുമ്പിൽ നിന്ന് നിങ്ങൾ പിന്നിൽ നിന്നിട്ട് നമ്മളിത് ഉറക്ക ചെല്ലിയാൽ ഒരു കോലം അങ്ങനെ ഉണ്ടാവും. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് അൻത ഷാഫി ലാ ഷിഫാ ഇശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ എന്ന് പറഞ്ഞാൽ ഈ കിടക്കണോന് ഓൻ ജനാസ കിടന്ന് തസ്ബീത്ത് ഇല്ലാന്നാ തോന്നുക അല്ലേ? രോഗിയായ ഒരു മനുഷ്യന്റെ പക്കൽ ചെല്ലുന്ന ആളുകൾ ഉറക്കെ പ്രാർത്ഥിക്കാൻ മെനക്കെട്ടാൽ അത് ആ രോഗിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക, അയാൾക്ക് സമാധാനമല്ല ഉണ്ടാക്കുക. അത് ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സമയമല്ല. അതുകൊണ്ട് എന്തു പറഞ്ഞു? പതുക്കെ പ്രാർത്ഥിച്ചോളൂ. ആ പതുക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പേര് ഉപയോഗിച്ചു. എന്താണ് ആ പേര്? മന്ത്രം. ബസ് ദേ ഉള്ളൂ. എന്താണ് മന്ത്രോ എന്ന് പറയുമ്പോൾ ബേജാറാവണല്ലോ. മന്ത്രം ദീനിലുണ്ട്. എന്താണ് മന്ത്രം? പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? പതുക്കെ ചൊല്ലുന്ന പ്രാർത്ഥന. അതേ ഉള്ളൂ. സൂറത്തുൽ ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞു. എന്താ ഫാത്തിഹ ഓതി ചെയ്തത്? ഫാത്തിഹ ഓതി കഴിഞ്ഞു, ഖലാസ്. അത് ഉറക്കെ ഓതിയുമ്പോ ഖിറാഅത്തായി മാറി, പതുക്കെ പറഞ്ഞപ്പോ അതാ പിന്നെ ഈ മന്ത്രമായി മാറി. അത്രയേ ഉള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മന്ത്രമാണ് ഈ പറഞ്ഞത്. വേറെ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതായത് ഉറക്കെ അത് ചൊല്ലി പറഞ്ഞാൽ
അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടാത്ത ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അത് പതുക്കെ നിങ്ങൾ ആ രോഗിയുടെ തലക്കുമ്പുറത്തോ അരികത്തോ നിന്നിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇഷ്ഫി ലാ ശിഫാ ഇല്ലാ ശിഫാ ഷിഫാ ലാ യുഗാദിറു സഖമാ എന്ന് എല്ലാ പ്രാർത്ഥനകളും ഒരു 3 തവണ ആവർത്തിക്കാറുണ്ട്. ആവർത്തിച്ചോളൂ എല്ലാവരും ചെല്ലുന്നവരൊക്കെ. അതൊരു നല്ല പ്രാർത്ഥന അയാൾ അരികിൽ ചെല്ലുമ്പോൾ അത്രേ അതിനുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മന്ത്രിച്ചു എന്ന് പറയുന്ന സ്ഥിരീകരിക്കപ്പെട്ട റിവായത്തുണ്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും. എന്താണ് ആ വാക്ക്? ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി ഐനിൻ ഹാസിദിൻ ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഒരു രോഗത്തിന് മന്ത്രിച്ചു കൊടുത്തു എന്ന് പറയുന്ന പ്രവാചകൻ പറയാതെ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ മന്ത്രിക്കാം, നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ, ഈ ദുഷ്ടദൃഷ്ടികൾ കൊണ്ട് ചീത്ത ആളുകളുടെ നോട്ടം കൊണ്ടും അസൂയ കൊണ്ടും നിനക്കുണ്ടായ വിഷമങ്ങളിൽ നിന്ന് നിനക്ക് അള്ളാഹു ശമനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ഉറക്കെ പ്രാർത്ഥിക്കുകയും നബിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അത് കേൾക്കുകയും ആളെ കാണാതെ കേൾക്കുകയും ചെയ്താലുണ്ടാകുന്ന പുകിൽ ഞാൻ പറയണോ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്ത് വന്നിട്ട് പറഞ്ഞു, അരികത്ത് വന്ന് ആരും കേൾക്കാതെ പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് വമിൻ ശർരി കുല്ലി ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക് എന്ന് എനിക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഖുർആനിൽ മന്ത്രമായി പഠിപ്പിച്ചിരിക്കുന്ന 2 സൂറത്ത്, അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള 2 സൂറത്തുകൾ ഏതാ? മുഅവ്വിദതൈനിയ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂറിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇതിന്റെ അർത്ഥം അറിയുന്നവരാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർ. ഇല്ലാത്തവർ ക്ഷമിക്കുക, പറയൂല, ക്ലാസ്സിൽ പോയിട്ട് വായിച്ചു പഠിക്കുക. ഇത്ര കാലം ദുനിയാവിൽ ജീവിച്ചിട്ട് സൂറത്തുന്നാസിന്റെയും ഫലക്കിന്റെയും ഫാത്തിഹന്റെയും അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ക്ഷീണ. അത് നമ്മൾ പരിഹരിക്കണം. ഞാനിവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മനസ്സിൽ ബാക്കി നിൽക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിലിപ്പോൾ എന്താ ഉള്ളത്? ഞാൻ ഖുൽ റബ്ബിൽ ഫലഖ് എന്നത് ഖുർആൻ തുറന്നു വെച്ച് ഓതിയാൽ അതിന്റെ പേര് ഖിറാഅത്ത് എന്നാണ്, ഓത്ത് എന്നാണ്. ഞാൻ അതിനെ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് പറയുന്നതിന് ഒരു പ്രാർത്ഥനയായ അഊദു ബി റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്നിങ്ങനെ ഞാനൊരിടത്ത് ചെന്നപ്പോൾ പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. ഞാനൊരു ശബ്ദം താഴ്ത്തി അഊദു ബി റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോഴോ അതൊരു മന്ത്രമാണ്. ഇത്രയേ ഉള്ളൂ. ദുആയുടെ ദിക്റിന്റെ പ്രാർത്ഥനയുടെയും ദിക്റിന്റെയും ഒരു വകഭേദം, ഒരു രൂപം, അത് ചെയ്യാനുള്ള ഒരു രൂപം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഞാൻ സംസാരിച്ചാൽ നമുക്ക് ഇത് ഈ ഓട്ടപ്രദക്ഷിണം കൊണ്ട് കിട്ടുന്ന ഒരു ബോധം എന്താന്ന് പറഞ്ഞാൽ, മന്ത്രങ്ങൾ മുഴുവൻ അനുവദനീയാണ് എന്നും പറയണ്ട, എല്ലാം കുറ്റകരാന്നും പറയണ്ട. മന്ത്രങ്ങളൊന്നുമില്ല അങ്ങനെ പറയാൻ നിൽക്കണ്ട. എന്നാൽ എല്ലാ മന്ത്രങ്ങളും ശരി അതും പറയണ്ട. പകരം പ്രാർത്ഥനയുടെയും ദിക്റിന്റെയും ഒരു ഭാഗമായി ഒരു മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം അനുവദിച്ചിട്ടുണ്ട്, അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് എന്താ മന്ത്രങ്ങളുടെ അവസ്ഥ? എല്ലാ മന്ത്രവും ഹറാമാണ്, ശിർക്കാണ്, അങ്ങനെ പറയാൻ പോണ്ട. എല്ലാ മന്ത്രങ്ങളും നാട്ടിൽ നടക്കുന്നതോ ആളുകൾ ചെയ്യുന്നതൊക്കെ അനുവദനീയാണ്, അതും പറയാൻ പോണ്ട. പകരം ഒരു പ്രാർത്ഥനയുടെ ഒരു വകഭേദം എന്ന നിലക്ക്, ദിക്റിന്റെ മറ്റൊരു രൂപം എന്ന നിലക്ക് മന്ത്രം എന്ന് പറയുന്നവയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന ആ ദീനിൽ അംഗീകരിക്കപ്പെട്ട ആ വശത്ത് നിൽക്കുക. ഒന്ന്. രണ്ടാമതായി എനിക്ക് വേണ്ടി മന്ത്രിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി മന്ത്രിച്ചിട്ടുണ്ട്. ഒന്നുകൂടി വിശദീകരിക്കാൻ ഞാൻ ചില ഉദാഹരണങ്ങളിന് ശേഷം. നബിക്ക് തനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയും മന്ത്രിക്കാം, ആർക്ക് വേണ്ടിയും മന്ത്രിക്കാം. എന്ന് വെച്ചാൽ അതിന് പ്രത്യേകമായി മന്ത്രം ഒരു പ്രൊഫഷനായി സ്വീകരിച്ച കുറെ മഹാന്മാരെയോ അതിനുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു മഖ്ലൂക്കും ഇല്ല. അങ്ങനെ ആരും തെരഞ്ഞു പോകേണ്ടതുമില്ല എന്നർത്ഥം.